സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ സെപ്റ്റംബർ 21, 2025 സ്ലീവാകാലം 2-ാം ഞായർ. ഏശയ്യാ 25-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പി 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കടുകോളം വിശ്വാസം, മലയോളം ആശ്വാസം. രചന ഡോക്ടർ റോസമ്മ ഫിലിപ്പ്. ആഖ്യാനം ഏഞ്ചൽ ഷിജോയ്. കടുകിനെ ആദരവോടെ കാണാൻ കാരണമായ 2 ബാല്യകാല കഥകളുണ്ട്. ഏകമകന്റെ മരണത്തിൽ നൊമ്പരപ്പെട്ട കിഷ എന്ന യുവതിയോട് ബുദ്ധൻ പറഞ്ഞുവത്രേ, മരണം നടന്നിട്ടില്ലാത്ത വീട്ടിൽ നിന്നും കടുക് വാങ്ങിവരൂ. വ്യാകുലതകളുടെ വൻമല മറികടന്ന് അവൾ കിഷ ഗൗതമയായി പരിണമിച്ചത് കടുകു തേടിയ ഈ യാത്രയിലായിരുന്നു. അടുത്ത കഥ ഇങ്ങനെ. സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാനായി ഒരുവൻ പുറപ്പെട്ടു. വഴിയിലൊരു ദേവാലയത്തിൽ നിന്നും പ്രഭാഷണം ഉച്ചഭാഷണിയിൽ കേട്ടു. കടുകോളം വിശ്വാസം മതി, നിങ്ങൾ മലയോട് മാറാൻ പറഞ്ഞാൽ മല പോലും മാറിപ്പോകും. നിങ്ങൾക്ക് അസാധ്യമായി യാതൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അയാൾ തിരികെ വീട്ടിൽ നടന്നെത്തി. ഏതാനും കടുകുമണികൾ എടുത്തു നോക്കി, ഇത്രയും വിശ്വാസം മതിയെങ്കിൽ ഒരു കൈ നോക്കാം, ഇപ്പോൾ മരിക്കണ്ട. പിന്നീട് നിരാശ തോന്നിയപ്പോഴൊക്കെ കടുക് നോക്കിക്കൊണ്ടേയിരുന്നു. എപ്പോഴും കാണാനായി ഏതാനും കടുകുമണികൾ എടുത്ത് ഒരു ഗ്ലാസ് പാത്രത്തിൽ ക്രമീകരിച്ചു. ഗ്ലാസിന്റെ ഉള്ളിലുള്ള കടുക് അപവർത്തനമെന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം മൂലം വലുതും മനോഹരവുമായി പുറമേ കാണപ്പെട്ടു. ചില പൂക്കൾ കൂടി അകത്ത് ചേർത്ത് വെച്ചപ്പോൾ കൂടുതൽ ആകർഷകമായി. ഇത് കണ്ട് ചിലരൊക്കെ ഞങ്ങൾക്കും ഉണ്ടാക്കി തരുമോ എന്നാവശ്യപ്പെട്ടു. ചെറിയ തുക പ്രതിഫലമായി നൽകി. പിന്നീട് കൂടുതൽ ആവശ്യക്കാരുണ്ടായി. ബിസിനസ് വളർന്നു. ഇന്ന് നാം ഉപയോഗിക്കുന്ന പേപ്പർ വെയ്റ്റിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. കടുകിനോളം വിശ്വാസമുണ്ടെങ്കിൽ എന്തും സാധ്യമാകുമെന്ന ബൈബിൾ ഭാഗം ജീവിതത്തിൽ ഉറപ്പിക്കാൻ സുന്ദരമായൊരു കഥ. മല പോലെ വിശ്വാസം, മനം പോലെ സൗഖ്യം. ഏകമകന്റെ കഠിനരോഗം സുഖപ്പെടണമെന്ന പിതാവിന്റെ ആഗ്രഹം സ്നേഹത്തിന്റെ പ്രതീകമാണ്. അതിനായി ശിഷ്യരെ സമീപിക്കുക എന്നതാണ് അയാൾ സ്വീകരിച്ച ആദ്യ മാർഗം. ഗുരുവിനെ കാണുന്നതിന് സമാനമാണ് ശിഷ്യരെ കാണുന്നത്. സുഖപ്പെടുത്താനുള്ള ഗുരുവിന്റെ കഴിവ് ശിഷ്യർക്കുമുണ്ടാകും. അയാളുടെ ഈ വിശ്വാസം മലയേക്കാൾ വലുതല്ലേ? ശിഷ്യർക്ക് സുഖപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ അയാൾ നിരാശനാകുന്നില്ല. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടുംവെയിലിൽ തണലുമായവൻ സഹായിക്കും എന്ന പ്രത്യാശ നേരിട്ട് ഗുരുവിലേക്കെത്തിക്കുന്നു. ഏശയ്യാ 25-ാം അധ്യായം 4-ാം വാക്യം. ശൈശവം മുതൽ മകന്റെ രോഗം മൂലം പ്രയാസപ്പെടുന്ന അയാൾ കഷ്ടതകളിൽ തെല്ലും പതരാതെ ഗുരുവിനെ തേടിയെത്തുമ്പോൾ പ്രതിസന്ധികളുടെ എത്ര മല കടന്നിട്ടുണ്ടാവും. മകന്റെ രോഗത്തിലൂടെ അവന്റെ സഹനത്തോടുകൂടി ചേർന്നവൻ തന്റെ ഉറച്ച വിശ്വാസത്തിലൂടെ രോഗസൗഖ്യം മാത്രമല്ല, പുതുജീവൻ കൂടി നേടിയാണ് മടങ്ങിയത്. ഫിലിപ്പി 3-ാം അധ്യായം 11-ാം വാക്യം. എന്റെ കഴിവ്, എന്റെ കുറവ്. അസാധ്യമായി യാതൊന്നുമില്ല. വിഡ്ഢിയുടെ നിഘണ്ടുവിലെ പദമാണ് അസാധ്യം. നെപ്പോളിയന്റെ ഈ പ്രയോഗമാണ് ബാല്യത്തിൽ കേട്ട ഏറ്റവും വലിയ പ്രചോദനാത്മക സന്ദേശം. എന്നാൽ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ സ്വന്തം കഴിവിനാൽ എല്ലാം സാധ്യമാകുമെന്ന ചിന്ത മഹാവിഡ്ഢിത്തമാണെന്ന് നെപ്പോളിയനും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. രോഗിയായ ബാലനെ സുഖപ്പെടുത്താൻ കഴിയാതെ പോയത് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാകാൻ ശിഷ്യരെ പ്രേരിപ്പിക്കുന്നു. ഞങ്ങൾക്കെന്തുകൊണ്ടാണ് കഴിയാതെ പോയത് എന്ന് ഗുരുവിനോട് ചോദിക്കുന്നത് തിരുത്തുന്നതിനു വേണ്ടിയുള്ള വിനയപൂർവമായ ഒരു സമീപനമാണ്. വിശ്വാസക്കുറവെന്ന കാരണം വ്യക്തമാക്കുന്ന ക്രിസ്തു സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിക്കുന്നവൻ ദുർബലനാണ് എന്ന് സൂചിപ്പിക്കുന്നു. അഹങ്കാരം കലർന്ന ആത്മവിശ്വാസം വഴിപിഴപ്പിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വിജയം ദൈവദാനമാണ്. നിയമാവർത്തന പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ കഴിവിനാലാണ് വിജയം എന്ന ചിന്തയിൽ വ്യാപരിച്ചാൽ അതാണ് എന്റെ ഏറ്റവും വലിയ കുറവ്. നീയുണ്ടെങ്കിൽ ഞാനൊരു ഹീറോ, നീയില്ലെങ്കിൽ ഞാനൊരു സീറോ. ഇത് ക്രിസ്തു തന്റെ ശിഷ്യരെ പഠിപ്പിച്ച ഒരു പഠന പ്രവർത്തനം കൂടിയായിരുന്നു അപസ്മാര രോഗിയുടെ സൗഖ്യം.
തീയാൽ പൊള്ളും, വെള്ളത്തിൽ മുങ്ങും. മകന്റെ പ്രധാന പ്രശ്നമായ പിതാവ് പറയുന്നത് അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നുവെന്നതാണ്. തീയും വെള്ളവും ഗുണകരമാണ്, എന്നാൽ സംഹാരരൂപികളാണ്. തീയുടെ പോക്ക് എപ്പോഴും മുകളിലേക്കാണ്, വെള്ളമാകട്ടെ താഴേക്കും. ഇന്ധനമില്ലാതെ അഗ്നിക്ക് വളർച്ചയില്ല. മനുഷ്യപക്ഷം ചേർന്ന് സ്വയം ഇന്ധനമായി അഗ്നിയായവർ ചരിത്രത്തിൽ ജീവിക്കുന്നു. കുരിശുമരണത്തിലൂടെ അവനും ഒരർത്ഥത്തിൽ ഇന്ധനമായി മാറി. എന്നാൽ ഉയർന്നു പൊങ്ങാനുള്ള ഭ്രമത്തിൽ അന്യരെ ഇന്ധനമാക്കാൻ നോക്കുന്നവർ ലോകമഹായുദ്ധ ഭീഷണിയാൽ നമ്മെ ഭയപ്പെടുത്തുന്നില്ലേ? ഏതെങ്കിലും മോഹത്താൽ അഗ്നി ആളിക്കാൻ ശ്രമിച്ചവർ നൈരാശ്യത്തിന്റെ വെള്ളപ്പാച്ചിലിൽ മുങ്ങിത്താഴുന്നതും നാം കണ്ടിട്ടുണ്ട്. ഭരണാധികാരികളെ പ്രീതിപ്പെടുത്തി ഉയരാൻ 30 വെള്ളിക്കാശിനാണ് യൂദാസ് ഗുരുവിനെ ഒറ്റിയത്. എന്നാൽ ഒരു മുഴം കയറാൽ അവൻ ആഴക്കയത്തിലേക്ക് പതിച്ചുപോയി. തീക്കാറ്റായി പാറിയ ഹിറ്റ്ലറും നിരാശയുടെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. തീയിലും വെള്ളത്തിലും വീണുപോയേക്കാവുന്ന മോഹങ്ങളുടെയും വിഷാദങ്ങളുടെയും പ്രലോഭന സാധ്യതകൾ ബോധ്യമുണ്ടെങ്കിൽ നാം നിലതെറ്റി വീണുപോകില്ല. അത്തരം ലെഗിയോൺ ചിന്തകളിൽ നിന്നുള്ള മോചനമാണ് സുബോധം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 35-ാം വാക്യം. തിരുത്തും ഗുരു, ഉയർത്തും ഗുരു. നിന്റെ ശിഷ്യന്മാർക്ക് എന്റെ മകനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന പരാതിയും സങ്കടവും കേട്ട യേശുവെന്ന ഗുരുവിന്റെ സമീപനം സർവർക്കും പാഠമാകേണ്ടതാണ്. ബാലനെ സുഖപ്പെടുത്തി പ്രശ്നപരിഹാരം നടത്തി, ശിഷ്യരെ തിരുത്താൻ അവസരമൊരുക്കി, അവരിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ച് സൂചന നൽകി. എന്നാൽ നിങ്ങൾക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന ഉറപ്പിൽ അല്പവിശ്വാസികളെ ശുഭാപ്തി വിശ്വാസികളായി ഉയർത്തിയാണ് ഗുരു തന്റെ ഇടപെടൽ പൂർത്തീകരിക്കുന്നത്. ആധുനിക മോട്ടിവേഷൻ പ്രഭാഷകർ ഉപയോഗിക്കുന്ന യു ക്യാൻ എന്ന ക്ലീഷേ പ്രയോഗമല്ലിത്. സ്വയം വിശകലനം നടത്തി തിരുത്തലുകൾ നടത്തിയാൽ അസാധ്യകാര്യങ്ങൾ സാധ്യമായിടും എന്ന് കൃത്യതയോടെ ഗുരു തന്റെ ശിഷ്യരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഏത് വിമർശനം നടത്തുമ്പോഴും വിരാമബിന്ദുവിന് മുൻപായി മനോബലത്തെ ദൃഢപ്പെടുത്തണമെന്ന മഹാതത്വവും. വിശ്വാസത്തിന്റെ കടുകുമണി, വിജയത്തിന്റെ കണികോർജം. 25 മില്യൺ കോപ്പികൾ വിറ്റ പുസ്തകമാണ് ജെയിംസ് ക്ലിയർ രചിച്ച ആറ്റോമിക് ഹാബിറ്റ്സ്. അതിസൂക്ഷ്മശീലങ്ങൾ ജീവിതത്തിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതാണ് പുസ്തകത്തിന്റെ പ്രമേയം. പദാർത്ഥങ്ങളുടെ അടിസ്ഥാന കണമായ ആറ്റം നഗ്നനേത്രങ്ങളാൽ കാണാനാകില്ല. എന്നാൽ സർവ്വ ഊർജവും അടങ്ങിയിരിക്കുന്നത് ആറ്റത്തിലാണ്. കടുകുമണി സ്വർഗരാജ്യത്തിന് സമാനമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 32-ാം വാക്യം. കടുക് ഒരാറ്റം പോലെ ശക്തിസ്രോതസ്സാണെന്ന് സാരം. ആകാശപ്പറവകൾക്ക് ചേക്കേറാൻ, മഹാശിഖരങ്ങൾ ഒരുക്കാൻ തക്ക സാധ്യതകളുള്ള വൻമരത്തിന്റെ ഊർജമാണ് കടുകിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കടുകോളം വിശ്വാസമുണ്ടെങ്കിൽ കോട്ടയായി, അഭയമായി, ശക്തിദുർഗമായി ഒരുവനെ ചേർത്ത് പ്രതിസന്ധികളുടെ വൻമലകൾ താണ്ടി നാം വിജയത്തിലെത്തും. അതെ, കടുകോളം വിശ്വാസം മതി. ആ കണികോർജത്താൽ വർദ്ധിത ഗതികോർജത്തോടെ ഏതു മലയും താണ്ടി ഓട്ടം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. കടുകോളം വിശ്വാസം, മലയോളം ആശ്വാസം. രചന ഡോക്ടർ റോസമ്മ ഫിലിപ്പ്. ഖത്തറിലെ ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിന്റെ അക്കാഡമിക് അഡ്വൈസറും മുൻ കോളേജ് പ്രിൻസിപ്പലുമാണ് ലേഖിക. ആഖ്യാനം ഏഞ്ചൽ ഷിജോയ്.